നമസ്കാരം. KMCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റും കേരള വിഷൻ മുൻ ചെയർമാനും ആയിരുന്ന NH അൻവറിന്റെ സ്മരണാർത്ഥം NH അൻവർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സമഗ്ര സംഭാവന പുരസ്കാരം R. ശ്രീകണ്ഠൻ നായർക്ക് മെയ് 7-ന് പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. ചേർത്തല MLAയും മന്ത്രിയുമായ P. പ്രസാദിന്റെ നേതൃത്വത്തിൽ നടത്തിയ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പിൽ വൻ ജനപങ്കാളിത്തം. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെയും നാഷണൽ സർവീസ് സ്കീമിന്റെയും സഹകരണത്തോടെയാണ് മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ചേർത്തല കടക്കര പള്ളിയിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു. ആളപായമില്ല. വീടിനും വീട്ടുപകരണങ്ങൾക്കും നാശനഷ്ടം. വേമ്പനാട് കായൽ നീന്തിക്കടന്ന് പോളിയോ ബാധിച്ച് അരയ്ക്ക് താഴേക്ക് തളർന്ന 40 വയസ്സുകാരൻ. ആലുവ സ്വദേശി രതീഷാണ് വടക്കുംകര അമ്പലക്കടവിൽ നിന്നും കോട്ടയം വൈക്കം ബീച്ചിലേക്ക് 7 കിലോമീറ്റർ നീന്തി റെക്കോർഡിൽ ഇടം പിടിച്ചത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റും കേരള വിഷൻ മുൻ ചെയർമാനും ആയിരുന്ന NH അൻവറിന്റെ സ്മരണാർത്ഥം NH അൻവർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം R. ശ്രീകണ്ഠൻ നായർക്ക് മെയ് 7-ന് പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. മികച്ച മാധ്യമ പ്രവർത്തനത്തിന് നൽകി വരുന്ന സമഗ്ര സംഭാവന പുരസ്കാരത്തിന് 24 ന്യൂസ് ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ അർഹനായി. മികച്ച സാറ്റലൈറ്റ് ന്യൂസ് ചാനൽ വിഭാഗത്തിലുള്ള അവാർഡിന് അർഹനായത് ഏഷ്യാനെറ്റ് ന്യൂസിലെ അഞ്ജുരാജാണ്. വിദ്യാർത്ഥികളിൽ ഉൾപ്പെടെ ലഹരി ഉപയോഗം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഈ വിഷയം പ്രമേയമാക്കി ചെയ്ത ലഹരി വലയം എന്ന ന്യൂസ് സ്റ്റോറിയാണ് അവാർഡിന് അർഹമാക്കിയത്. കേബിൾ ചാനൽ വിഭാഗത്തിൽ മികച്ച റിപ്പോർട്ടർ AP ഷാജി വയനാട് വിഷൻ, മികച്ച ക്യാമറ പേഴ്സൺ ബിജു തോമസ് ദൃശ്യ ചാനൽ കോട്ടയം, മികച്ച അവതാരക ദീപാഹരി ദൃശ്യ ചാനൽ കോട്ടയം, ജൂറി പ്രത്യേക പരാമർശത്തിന് ബിനു ദാമോദരൻ UCV ചാനൽ അമ്പലപ്പുഴ എന്നിവരും അർഹരായി. NE ഹരികുമാർ, MS ബനീഷ്, കൃഷ്ണദാസ് പുല്ലാപ്പറ്റാത്ത് എന്നിവരടങ്ങിയ ജൂറി അംഗങ്ങളാണ് അവാർഡ് ജേതാക്കളെ തെരഞ്ഞെടുത്തത്. മെയ് 7-ന് 2 മണിക്ക് എറണാകുളം ഗംഗോത്രി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന NH അൻവർ അനുസ്മരണ ചടങ്ങിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകനും ഏഷ്യൻ കോളേജ് ഓഫ് ജേർണലിസം ചെയർമാനുമായ ശശികുമാർ അവാർഡുകൾ വിതരണം ചെയ്യും. ചക്രക്കസേരയിൽ ഇരുന്നുകൊണ്ട് നാടിനാകെ അക്ഷര വെളിച്ചം പകർന്ന സാക്ഷരതാ പ്രവർത്തക KV റാബിയ അന്തരിച്ചു. അംഗവൈകല്യത്തിന്റെ പരിമിതികളെ മറികടന്ന് 1990-ൽ കേരള സാക്ഷരതാ മിഷന്റെ പ്രവർത്തന രംഗത്ത് ശ്രദ്ധിക്കപ്പെട്ട മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി സ്വദേശിനിയാണ് KV റാബിയ. 14-ാമത്തെ വയസ്സിൽ പോളിയോ ബാധിതയായി കാലുകൾ തളർന്ന റാബിയ ഏറെ വെല്ലുവിളികൾ നേരിട്ടാണ് പഠനം പൂർത്തിയാക്കിയത്. പ്രീ ഡിഗ്രി പഠനത്തിനു ശേഷം വീട്ടിൽ സാക്ഷരതാ ക്ലാസ് തുടങ്ങി. നിശബ്ദ നൊമ്പരങ്ങൾ, സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട് എന്ന ആത്മകഥ ഉൾപ്പെടെ 4 പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. റാബിയയുടെ സാക്ഷരതാ പ്രവർത്തനത്തിന് UN പുരസ്കാരമടക്കം 2022-ൽ രാജ്യം പത്മശ്രീ നൽകി ആദരിക്കുകയും ചെയ്തു. ചേർത്തല MLAയും മന്ത്രിയുമായ P. പ്രസാദിന്റെ നേതൃത്വത്തിൽ നടത്തിയ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പിൽ വൻ ജനപങ്കാളിത്തം. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെയും നാഷണൽ സർവീസ് സ്കീമിന്റെയും സഹകരണത്തോടെയാണ് മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ആ തീരുമാനം നടക്കാവാൻ പോകും അറിഞ്ഞപ്പോൾ നൂറിനാട് ലെപ്രസി സ്ഥാനപ്പെടുത്തിയ സൂപ്രണ്ട് ഡോക്ടർ ഉണ്ണിക്കാൻ തോപ്പിൽ പാസിയെ പോയി കണ്ടിട്ട് ചോദിക്കുന്നു. അന്ന് തോപ്പിൽ പാസി MLA കൂടിയാണ്. രോഗം ഒരു കുറ്റമാണോ എന്ന് ചോദിക്കുന്നു. പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, രോഗം ഒരു കുറ്റമാണോ എന്ന്. തോപ്പിൽ പാസിയുടെ ഉള്ളിലിളക്കി ആ ചോദ്യം. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിയമസഭാ കക്ഷി യോഗത്തിൽ MLA ആയിരിക്കുന്ന തോപ്പിൽ പാസി അന്നത്തെ ആരോഗ്യ വകുപ്പ് ഒരു വിജയ ചോദ്യം ചോദിച്ചു ഡോക്ടർ AR മേനോനോട്. ഡോക്ടർ AR മേനോൻ കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ഡോക്ടർ കൂടിയായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, രോഗം ഒരു കുറ്റമാണ് എന്നത്. അതോടുകൂടി ആ തീരുമാനം വിക്ടോറിയയുടെ വഴി കണ്ടാൽ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനം അന്ന് തീർന്നു. അശ്വമേധം നാടകം എഴുതുമ്പോൾ ആ നാടകത്തിനകത്തെ കഥാപാത്രം സരോജൻ, അന്ന് KPSC സരോജനാണ് അഭിനയിക്കുന്നത്. ആ ചോദ്യം തീർന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം
അശ്വമേധം നാടകത്തിലും സിനിമയിലും ഉയർന്നു വന്ന ഈ ചോദ്യം ഏറ്റവും പ്രസക്തമായി ഇന്നും നമ്മുടെ മനസ്സിലെല്ലാം കയറി നിൽക്കുന്നത് കൊണ്ടാണ് ശരണ്യത്തേക്ക് പറഞ്ഞത് രോഗം ഒരു കുറ്റമല്ല എന്ന് പറഞ്ഞത്. ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മെഡിക്കൽ ക്യാമ്പിന് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ പരിചയസമ്പന്നരായ പ്രശസ്തരായ ഡോക്ടർമാരാണ് നേതൃത്വം വഹിച്ചത്. ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, പീഡിയാട്രിക്സ്, ENT, ഡെന്റൽ എന്നീ വിഭാഗങ്ങളിലാണ് പരിശോധന നടന്നത്. ചേർത്തല കടക്കരപ്പള്ളിയിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു. ആളപായമില്ല. വീടിനും വീട്ടുപകരണങ്ങൾക്കും നാശനഷ്ടം. കടക്കരപ്പള്ളി പഞ്ചായത്ത് 10-ാം വാർഡ് ആലുങ്കൽ ജംഗ്ഷനു സമീപം കണിയാംവിളിയിൽ TV ദാസപ്പന്റെ വീട്ടിലാണ് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചത്. രാവിലെ ചായ തിളപ്പിക്കുന്നതിനായി പുതിയ സിലിണ്ടർ കണക്ട് ചെയ്ത് സ്റ്റൗ കത്തിക്കുന്നതിനിടയിലാണ് അപകടം. സ്റ്റൗവിൽ നിന്ന് തീ താഴെ സിലിണ്ടറിലേക്ക് ആളിപ്പടർന്നാണ് പൊട്ടിത്തെറിച്ചത്. വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും സ്റ്റൗവും പൊട്ടിത്തെറിച്ചു. വീടിന്റെ ഒരു ഭാഗവും ജനലും വാതിലുകളും തയ്യൽ മെഷീനും തകർന്നു. അപകട സമയത്ത് ഗൃഹനാഥൻ ദാസപ്പനും ഭാര്യ കനകമ്മയും മകൻ വിമലും വീട്ടിലുണ്ടായിരുന്നു. ദാസപ്പന്റെ കൈകൾക്ക് ചെറുതായി പൊള്ളലേറ്റിട്ടുണ്ട്. പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേട്ടയുടനെ ഇവർ പുറത്തേക്ക് ഓടിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. ഏകദേശം 2 ലക്ഷം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. വേമ്പനാട്ടുകായൽ നീന്തിക്കടന്ന് പോളിയോ ബാധിച്ച് അരയ്ക്ക് താഴേക്ക് തളർന്ന 40 വയസ്സുകാരൻ. ആലുവ സ്വദേശി രതീഷാണ് വടക്കുംകര അമ്പലക്കടവിൽ നിന്നും കോട്ടയം വൈക്കം ബീച്ചിലേക്ക് 7 കിലോമീറ്റർ നീന്തി റെക്കോർഡിൽ ഇടം പിടിച്ചത്. രണ്ട് മണിക്കൂർ കൊണ്ടാണ് രതീഷ് കായൽ നീന്തി റെക്കോർഡ് സ്ഥാപിച്ചത്. ശാരീരിക പരിമിതിയുള്ള ഒരാൾ വേമ്പനാട്ട് കായലിന്റെ ഇത്രയും ദൂരം നീന്തി കടക്കുന്നതും ഇതാദ്യമായാണ്. രാവിലെ 7:30 അർജുന അവാർഡ് ജേതാവ് ക്യാപ്റ്റൻ സജി തോമസ് നീന്തൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് ശക്തമായ ഒഴുക്കും പോളപ്പായലുകളുടെ തടസ്സങ്ങളും തരണം ചെയ്ത് വൈക്കം ബീച്ചിൽ റെക്കോർഡ് വേഗത്തിൽ ഫിനിഷ് ചെയ്യുകയായിരുന്നു. വൈക്കം കായലോര ബീച്ചിലേക്ക് നീന്തി കയറിയ രതീഷിനെ കരഘോഷത്തോടെയാണ് സ്വീകരിച്ചത്. നീന്തൽ പഠിച്ച കാലം മുതലുള്ള ആഗ്രഹമാണ് വേമ്പനാട്ട് കായൽ നീന്തിക്കടക്കുക എന്നുള്ളതെന്നും കാലുകൾക്ക് ചലനമില്ലാത്ത തനിക്ക് കൈകൾ കൊണ്ട് മാത്രം എങ്ങനെ നീന്താം എന്ന് പഠിപ്പിച്ച പരിശീലകനും രതീഷ് നന്ദി പറഞ്ഞു. അരയ്ക്ക് താഴെ തളർന്ന രതീഷിന് ഈ വലിയ കായൽ നീന്തിക്കടക്കാമെങ്കിൽ അപകടമരണം ഒഴിവാക്കാൻ എല്ലാവരെയും സൗജന്യമായി നീന്തൽ പരിശീലിപ്പിക്കാൻ തയ്യാറാണെന്ന അഭിപ്രായമാണ് പരിശീലകൻ സജി വാളശ്ശേരിക്കുള്ളത്. 10,000-ലധികം പേർക്കാണ് സജി വാളശ്ശേരി സൗജന്യമായി നീന്തൽ പരിശീലിപ്പിച്ചിട്ടുള്ളത്. 10 ഭിന്നശേഷിക്കാരെ ഉൾപ്പെടെ ആലുവ പെരിയാർ നീന്തിച്ചിട്ടുണ്ട് ഈ പരിശീലകൻ. വെള്ളത്തിൽ വീണ് അപകടങ്ങൾ ഏറുന്ന ഈ കാലഘട്ടത്തിൽ ഏത് ശാരീരിക പരിമിതിയിലും നീന്തൽ പഠിക്കാമെന്ന് തെളിയിക്കുകയാണ് ഈ പരിശീലകൻ. വേമ്പനാട്ട് കായൽ നീന്തിയെത്തിയ രതീഷിനെ വൈക്കം നഗരസഭാ ചെയർപേഴ്സൺ പ്രീത രാജേഷും വൈസ് ചെയർമാൻ PT സുഭാഷും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും മറ്റ് ജനപ്രതിനിധികളും സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് സ്വീകരിച്ചു. വനാമി ചെമ്മീൻ കൃഷി കേരളത്തിലെ സാധ്യത എന്ന വിഷയത്തെ ആസ്പദമാക്കി കേരള മത്സ്യ അനുബന്ധ തൊഴിലാളി ഫെഡറേഷൻ CITUവിൻ്റെ നേതൃത്വത്തിൽ മെയ് 5-ന് ഉച്ചയ്ക്ക് ചന്ദ്രൂരിൽ സെമിനാർ സംഘടിപ്പിക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വനാമി ചെമ്മീൻ കൃഷി കേരളത്തിൽ സാധ്യത, അതിനെക്കുറിച്ചൊരു പഠനം നടത്തുന്നതിന് വേണ്ടി നമുക്ക് ഒരു സെമിനാർ സംഘടിപ്പിക്കുകയാണ്. അത് ഈ 5-ാം തീയതി മെയ് 5 നമ്മുടെ പാലസ് കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചാണ് ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഒരു സെമിനാറാണ്. മറ്റ് വിദഗ്ധരായിട്ടുള്ള പല വ്യക്തിത്വങ്ങളും അവിടെയുണ്ട്. MLA-മാർ, ചിത്രരഞ്ജൻ സഹാബും പിന്നെ H. സലാമും എല്ലാവരും ഉണ്ടാവും. നമ്മുടെ കേരളത്തിലെ മത്സ്യോൽപ്പന്ന കയറ്റുമതി മേഖലയിലുള്ള സംസ്കരണ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിത്വങ്ങളുണ്ടാകും. കൃഷിക്കാരുണ്ടാകും, കർഷക സംഘങ്ങളും മറ്റ് ഈ ഒരു ഭാഗങ്ങളിൽ ജോലിയെടുക്കുന്ന അനുബന്ധ തൊഴിലാളികൾ അതിൻ്റെ ഫെഡറേഷൻ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചുള്ള ഒരു സെമിനാറാണ്. മെയ് 5-ന് ചന്തിരൂർ പാലസ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന സെമിനാർ മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. സ്വാഗത സംഘം ചെയർപേഴ്സൺ ദലീമ MLA അധ്യക്ഷയാകും. MLA-മാരായ PP ചിത്തരഞ്ജൻ, H. സലാം, മുൻ MP AM ആരിഫ് എന്നിവർ പങ്കെടുക്കും. കേരളത്തിലെ മത്സ്യ ഉൽപ്പന്ന കയറ്റുമതി രംഗവും മത്സ്യ സംസ്കരണ മേഖലയും ഇതുവരെ ഉണ്ടാകാത്ത പ്രതിസന്ധിയെയാണ് അഭിമുഖീകരിക്കുന്നത്.
ചെമ്മീൻ, കണവ തുടങ്ങി കയറ്റുമതി പ്രാധാന്യമുള്ള മത്സ്യസമ്പത്തിന്റെ ലഭ്യതക്കുറവും ആന്ധ്ര, തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വനാമി ചെമ്മീനിന്റെ കേരളത്തിലേക്കുള്ള വരവ് കുറഞ്ഞതും പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ട്. വനാമി ചെമ്മീൻ ഉൽപാദനവും മത്സ്യകൃഷിയും നടത്തി ആന്ധ്ര, തമിഴ്നാട്, കർണാടക, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ഉൽപാദന മാതൃക കേരളം പിന്തുടർന്നാൽ തന്നെ വലിയ മാറ്റങ്ങൾ ഈ രംഗത്തുണ്ടാക്കാൻ സാധിക്കും. ഓരുജല, ശുദ്ധജല, തരിശ് പാടശേഖരങ്ങളുടെ സമൃദ്ധമായ സാന്നിധ്യമുള്ള കേരളത്തിന് കരഭൂമി കുഴിച്ചും ഓരുജലം കൃത്രിമമായി സൃഷ്ടിച്ചും വനാമി ഉൽപാദനവും മത്സ്യകൃഷിയും നടത്തി നമ്മുടെ അയൽ സംസ്ഥാനങ്ങളെക്കാൾ കുറഞ്ഞ ചെലവിൽ വമ്പിച്ച ഉൽപാദനം നടത്തി ലാഭം ഉണ്ടാക്കാമെന്ന് ഏതാനും മത്സ്യ കർഷകർ ഇതിനോടകം തെളിയിച്ചു കഴിഞ്ഞു. 1,00,000 ഹെക്ടറിൽ മാത്രം കൃഷി നടത്തിയാൽ 5 ലക്ഷത്തിലധികം പ്രത്യക്ഷ തൊഴിലും ഉൽപാദനത്തിലൂടെ ലഭിക്കുന്ന 15,000 മെട്രിക് ടൺ വനാമി ചെമ്മീൻ പീലിംഗ് നടത്തുമ്പോഴുണ്ടാകുന്ന അനുബന്ധ തൊഴിലും കയറ്റുമതി ചെയ്യുമ്പോഴുണ്ടാകുന്ന വിദേശ നാണ്യ വരുമാനവും നേടാനും കഴിയും എന്നതാണ് പ്രത്യേകത. ഏറ്റവും കുറഞ്ഞത് 3,00,000 ഹെക്ടറിൽ വനാമി ചെമ്മീൻ കൃഷി നടത്താനുള്ള സാധ്യതയാണ് കേരളത്തിനുള്ളത്. ഈ അനുകൂല സാഹചര്യം ഉപയോഗപ്പെടുത്തി വനാമി ചെമ്മീൻ ഉൽപാദനത്തിനുള്ള സാഹചര്യം ഒരുക്കുന്നതിനാണ് സെമിനാർ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് സ്വാഗത സംഘം ചെയർപേഴ്സൺ ദലീമ MLA വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മത്സ്യ അനുബന്ധ തൊഴിലാളി ഫെഡറേഷൻ CITU ജില്ലാ സെക്രട്ടറി U രാജുമോൻ, കേരള അക്വാ ഫാർമേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം VJ സാൽവിൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, ആന്ധ്രയും മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൻ്റെ ഒരു പ്രത്യേക സ്വാഭാവിക ഊർജ്ജല സംവിധാനങ്ങളുണ്ട്. തരിശു പാടശേഖരങ്ങൾ നിരവധി, മറ്റ് ജലാശയങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ സമൃദ്ധമായ മത്സ്യകൃഷിക്ക് അനുയോജ്യമായ സാഹചര്യങ്ങളുണ്ട്. അത് ഉപയോഗപ്പെടുത്തി അക്വാകൾച്ചറിലൂടെ, വനാമി ചെമ്മീൻ കൃഷിയിലൂടെ, ഞണ്ട് കൃഷിയിലൂടെ, മറ്റു മത്സ്യകൃഷിയിലൂടെ കേരളത്തിന് മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. ആലപ്പുഴ കടപ്പുറം ആശുപത്രിക്ക് സമീപത്തെ അമ്മത്തൊട്ടിലിൽ പുതിയ അതിഥി എത്തി. 2.600 കിലോയോളം തൂക്കം വരുന്ന ഒരു പെൺകുഞ്ഞാണ് അതിഥിയായി എത്തിയത്. വനിതാ ശിശു ആശുപത്രിക്ക് സമീപത്തെ ശിശുക്ഷേമ സമിതി അമ്മത്തൊട്ടിൽ നിന്ന് നവജാത ശിശുവിനെ ലഭിച്ചു. അമ്മത്തൊട്ടിലിൽ ഈ വർഷം ലഭിക്കുന്ന ആദ്യ കുഞ്ഞാണിത്. 2.6 കിലോഗ്രാം തൂക്കമുള്ള പെൺകുഞ്ഞിനെ ജനിച്ച ഉടനെ ഉപേക്ഷിക്കുകയായിരുന്നു. നിലവിൽ കുഞ്ഞ് വനിതാ ശിശു ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ്. വൈദ്യപരിശോധനയിൽ കുഞ്ഞിന് ആരോഗ്യ പ്രശ്നമൊന്നുമില്ലെങ്കിൽ ആശുപത്രി അധികൃതർ റിപ്പോർട്ട് നൽകും. റിപ്പോർട്ട് നൽകുന്നതോടെ ശിശുക്ഷേമ സമിതിയുടെ ശിശുപരിചരണ കേന്ദ്രത്തിലേക്ക് മാറ്റും. ആഹ്വാനം വായനശാല സംഘടിപ്പിക്കുന്ന കുട്ടികളുടെ സമ്മർ ക്യാമ്പിന്റെ ഉദ്ഘാടനം നടന്നു. വായനശാല ഗ്രൗണ്ടിൽ നടന്ന ക്യാമ്പ് പിന്നാക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ K പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരികമായി വളർത്തുന്നതിന് നല്ല പങ്ക് നിർവഹിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ആഹ്വാനം വായനശാല. ഈ വായനശാലയുടെ സംഘാടന പ്രവർത്തനങ്ങളിൽ തലമുറകളായി പലരും ഏർപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാരവാഹികളായിട്ട് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയങ്കരനായിട്ടുള്ള ഷാജിയും സഹോ രാജേഷുമാണ്. ഓരോ ഘട്ടങ്ങളിലും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് വന്നിട്ടുള്ളവരെല്ലാം ഈ പ്രസ്ഥാനത്തെ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളാകമാനം സഫലമാക്കാൻ വേണ്ടി പ്രവർത്തിപ്പിക്കുവാൻ തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ഒരു കുഴപ്പവുമില്ലാതെ അനേക വർഷങ്ങളിലൂടെ ആഹ്വാനം വായനശാല സജീവമായി നമ്മുടെ നാട്ടിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇതുപോലുള്ള വായനശാലകളും സാംസ്കാരിക കേന്ദ്രങ്ങളും നമ്മുടെ നാട്ടിൽ ഒരുപാട് ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. വായനശാല സെക്രട്ടറി R രാജേഷ് സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് M ഷാജി അധ്യക്ഷത വഹിച്ചു. ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ, തിയേറ്റർ പ്രവർത്തകൻ നന്ദഗോപൻ, സ്നേഹ വിജിൽ എന്നിവർ ആശംസകൾ പറഞ്ഞു. ആലപ്പുഴ ഡിവൈഎസ്പിയുടെ വാഹനമിടിച്ച് കാൽനടയാത്രക്കാരൻ മരിച്ച സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. ആലപ്പുഴ ഡിവൈഎസ്പിയുടെ വാഹനമിടിച്ച് കാൽനടയാത്രികൻ മരിച്ച സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. കാൽനടയാത്രികൻ മരിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ഹൃദയധമനി പൊട്ടിയാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സംഭവത്തിൽ ഡ്രൈവർ മനീഷ് മനോഹറിനെതിരെ നരഹത്യക്ക് കേസെടുത്തു. ഇരവുകാട് ചേനങ്കരി കൈനഗരി ഈസ്റ്റ് സരിത ഭവനിൽ CP സിദ്ധാർത്ഥനാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം ആലപ്പുഴ ചങ്ങനാശ്ശേരി ജംഗ്ഷൻ വടക്ക് കളർക്കോട് SBI ബാങ്കിന് മുന്നിലായിരുന്നു അപകടം. സിദ്ധാർത്ഥൻ ദേശീയപാത കുറുകെ കടക്കുന്നതിനിടെ ആലപ്പുഴ ഭാഗത്തു നിന്ന് വന്ന ഡിവൈഎസ്പിയുടെ ജീപ്പ് ഇടിക്കുകയായിരുന്നു. കാളികുളം 1633 നമ്പർ ശ്രീവിലാസം NSS കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗം ചേർന്നു. ഇതോടൊപ്പം തെരഞ്ഞെടുപ്പും നടന്നു.
പ്രസിഡന്റ് പി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ചേർത്തല താലൂക്ക് NSS യൂണിയൻ സെക്രട്ടറി S ജയകൃഷ്ണൻ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റ് അപ്പുക്കുട്ടൻ സ്വാഗതം പറഞ്ഞു. ചേർത്തല താലൂക്ക് NSS യൂണിയൻ സെക്രട്ടറി S ജയകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. അപ്പോൾ അതനുസരിച്ചിട്ടുകൊണ്ടാണ് അടിയന്തരമായി ഇന്നലെ കഴിഞ്ഞ കമ്മിറ്റിയിൽ നമ്മൾ ഇന്ന് 2 മണി മുതൽ 2:30 4 വീക്ക് 20 ഏറ്റവും പ്രവർത്തനങ്ങളില്ലാത്ത വീക്കായിട്ടുള്ള 25 കരയോഗങ്ങൾ നമ്മൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. ഇന്ന് ഉച്ചയ്ക്ക് മുതൽ നമ്മൾ യൂണിയൻ പ്രസിഡന്റ് അടക്കം യൂണിയൻ ഭാരവാഹികളടക്കം മുഖാമുഖം കരയോഗ ഭാരവാഹികളുമായി വനിതാ സമാജം ഭാരവാഹികളുമായി ഒരു മുഖാമുഖം പരിപാടിക്ക് നമ്മൾ തുടക്കം കുറിക്കുക. ഇന്ന് 2:30 മണിക്ക് ശ്രീകണ്ഠമംഗലം 838 ശ്രീകണ്ഠമംഗലം കരയോഗത്തിലാണ് തുടക്കം കുറിക്കുന്നത്. അതുപോലെ മേക്കരക്കാട്, അതുപോലെ തന്നെ ചെറുവാരണം, അങ്ങനെ അടക്കമുള്ള കരയോഗങ്ങൾ. കാരണം വരുന്ന ഭാരവാഹികളായിരിക്കുന്നു, പിന്നെ ഒരു പ്രവർത്തനമില്ല, സമുദായങ്ങൾക്കൊരു പ്രവർത്തനമില്ല. അതൊക്കെ ഇരുന്നിട്ട് ഈ സംഘടനാപരമായ പ്രവർത്തിച്ചിട്ട് ഒരു പ്രവർത്തനം ഇല്ലാതെ ഇരുന്നിട്ടൊരു കാര്യമില്ല. ഓഫീസ് പോലും തുറക്കാറില്ല. 5 മണിക്ക് ഓഫീസ് തുറന്നാൽ അരമണിക്കൂർ കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് അടയ്ക്കുന്ന ഒരു പ്രതീതിയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അത് ആ രീതി സിസ്റ്റമേ ഇനി മാറ്റാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് അതിന് തുടക്കം കുറിക്കുന്നു. ഒരു മുഖാമുഖം പരിപാടി. കരയോഗത്തിൻ്റെ പ്രവർത്തകർ ഭാരവാഹികൾക്കുണ്ടാകുന്ന വിഷമതകളും കരയോഗ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുമൊക്കെ നേരിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് എങ്ങനെയാണ് അത് പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലുള്ള ഉപാധികൾ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം. ശ്രീകുമാർ ആശംസകൾ അറിയിച്ചു. വാരനാട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ബാങ്ക് ഹെഡ് ഓഫീസ് അങ്കണത്തിൽ കുടുംബശ്രീ സംഗമം നടന്നു. കുടുംബശ്രീ സംഗമം മുൻ മന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. നമ്മളെല്ലാ ADSലും അമ്മയും നന്മയും ഒന്നാണ് എന്നുള്ള പാട്ട് പഠിച്ചിട്ടാണ് നമ്മളവിടെ ചേർന്നത്. മാരാരിക്കുളത്ത് നടന്നിട്ടുള്ള ഏറ്റവും വലിയ ജനക്കൂട്ടം അതായിരുന്നു. 20,000 പേരുണ്ട്. ഇന്നത്തെ കോളേജ് ഗ്രൗണ്ടല്ല, അന്നത്തെ കോളേജ് ഗ്രൗണ്ട് നിൽക്കാൻ പറ്റാത്ത വിധത്തിലും സ്ത്രീകളുണ്ടായിരുന്നു. ആ ചെയ്തൊരു സൂത്രത്തിനാ ഡൽഹി പോയേ കേന്ദ്രമന്ത്രിയോട് നമ്മൾ 12 കോടി രൂപ ചോദിച്ചു. ഇന്നത്തെ 12 കോടിയല്ല, അന്നത്തെ 12 കോടി. അദ്ദേഹത്തിന് നമ്മുടെ ജനകീയ ആസൂത്രണത്തെക്കുറിച്ചൊക്കെ അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, ഇത്രയും ചിലവാക്കുമോ നിങ്ങൾ കൊണ്ടുപോയത്? അങ്ങനെ AK ആൻ്റണിയും അദ്ദേഹവും, പിന്നെ കേന്ദ്രമന്ത്രി വരുമ്പോൾ അദ്ദേഹം ആൻ്റണി പറയണ്ടേ, അദ്ദേഹം 2 പേരും ഇവിടെ ഉണ്ടായിരുന്നു. പിറ്റേന്ന് സ്പെഷ്യൽ SDSYയുടെ പ്രൊജക്റ്റ് നമുക്ക് സാങ്ഷൻ ചെയ്തു. വേറെ ചോദ്യമൊന്നും ഉണ്ടായില്ല. ഇത്രയും പേര് വരാമെന്ന് മാത്രമല്ല, കൃത്യം 2 മണിക്ക് വന്നിരുന്നു. 2:30 നട്ടുച്ചക്ക് എല്ലാവരുടെയെങ്കിലും കുപ്പി, കടലാസ്, അങ്ങനെയൊക്കെയല്ലേ നമ്മൾ വന്നത്. അപ്പം അദ്ദേഹം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അമ്പരന്ന് പോയി. ബാങ്ക് വൈസ് പ്രസിഡന്റ് KG ഷാജി സ്വാഗതം പറഞ്ഞു. ബാങ്ക് പ്രസിഡന്റ് AK പ്രസന്നൻ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് ദിലീമ ജോജോ MLA ആദരിക്കൽ ചടങ്ങ് നിർവഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ S രഞ്ജിത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ, തണ്ണീർമുക്കം പഞ്ചായത്ത് പ്രസിഡന്റ് G ശശികല തുടങ്ങിയവർ ആശംസകൾ പറഞ്ഞു. ചരമവാർത്ത. വൈക്കം ഇടയാഴം പാക്കുവെട്ടിത്തറ ത്രേസ്യാമ്മ നിര്യാതയായി. 85 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് കല്ലറ സെന്റ് തോമസ് ക്നാനായ പഴയ പള്ളിയിൽ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റും കേരള വിഷൻ മുൻ ചെയർമാനും ആയിരുന്ന NH അൻവറിന്റെ സ്മരണാർത്ഥം NH അൻവർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സമഗ്ര സംഭാവന പുരസ്കാരം R ശ്രീകണ്ഠൻ നായർക്ക്. മെയ് 7-ന് പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. ചേർത്തല MLAയും മന്ത്രിയുമായ P പ്രസാദിന്റെ നേതൃത്വത്തിൽ നടത്തിയ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പിൽ വൻ ജനപങ്കാളിത്തം. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെയും നാഷണൽ സർവീസ് സ്കീമിന്റെയും സഹകരണത്തോടെയാണ് മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ചേർത്തല കടക്കര പള്ളിയിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു. ആളപായമില്ല. വീടിനും വീട്ടുപകരണങ്ങൾക്കും നാശനഷ്ടം. വേമ്പനാട് കായൽ നീന്തിക്കടന്ന് പോളിയോ ബാധിച്ച് അരയ്ക്ക് താഴേക്ക് തളർന്ന 40 വയസ്സുകാരൻ. ആലുവ സ്വദേശി രതീഷാണ് വടക്കുംകര അമ്പലക്കടവിൽ നിന്നും കോട്ടയം വൈക്കം ബീച്ചിലേക്ക് 7 കിലോമീറ്റർ നീന്തി റെക്കോർഡിൽ ഇടം പിടിച്ചത്.
ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.